ലോകം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നോബൽ സമ്മാനത്തിന് വേണ്ടി ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇപ്പോൾ അതേ ട്രംപ് തന്നെ ഒരു യുദ്ധത്തിന് കൊപ്പുകൂട്ടുന്നു. 3 യുദ്ധക്കപ്പലുകളും ഒപ്പം തന്നെ 4000 പരിശീലനം സിദ്ധിച്ച മറൈൻ സൈനികരെ അയച്ചുകൊണ്ട് വെനിസ്വേല പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി ഇപ്പോൾ അമേരിക്ക നീങ്ങി തുടങ്ങിയിരിക്കുന്നു. വെനിസ്വേലയിലേക്കാണ് ഈ 3 യുദ്ധക്കപ്പലുകളും ഒപ്പം തന്നെ 4000 സൈനികരെയും അമേരിക്കൻ ഭരണകൂടം അയച്ചിരിക്കുന്നത്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ, ഈ മഡുറോയുടെ തലയ്ക്ക് 400 കോടി ഇന്ത്യൻ റുപ്പീസ് അല്ലെങ്കിൽ $50 ബില്യൺ ട്രംപ് തലയ്ക്ക് വിലയിട്ടിരുന്നു. ഇപ്പോൾ ട്രംപ് പ്രധാനമായി ആരോപിക്കുന്നത് ഈ മഡുറോ ആണ് തൻ്റെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നത്. അയാൾ ഒരു സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ക്രിമിനൽ സംഘമാണ്. ഫിഡൽ കാസ്ട്രോയെ പോലെ തന്നെ അമേരിക്കൻ നിശിതമായി എതിർക്കുന്ന ഒരു ഭരണാധികാരി കൂടിയാണ്. 2 വർഷം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും, അതായത് വെനസ്വേലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് വലിയ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യം കൂടിയാണ് വെനസ്വേല. പക്ഷേ ഈ എണ്ണ ഈ ഉപരോധങ്ങൾ മൂലം ഒന്നും വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വലിയ രീതിയിൽ എണ്ണയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ എണ്ണ കൈക്കലാക്കാൻ ട്രംപ് ഈ അടുത്ത കാലത്ത് ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുമായി ഒരു ചർച്ചയൊക്കെ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ പിടികൂടുക, അറസ്റ്റ് ചെയ്യുക എന്ന നീക്കവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം നീങ്ങി തുടങ്ങിയിരിക്കുന്നത്. USS അസീസ് ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയിഡ് ഉൾപ്പെടെയുള്ള 3 വലിയ യുദ്ധക്കപ്പലുകൾ തന്നെയാണ് വെനസ്വേലയുടെ സമുദ്രാതിർത്തി കടന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ 4000 മറൈൻ സൈനികരുമുണ്ട്. മഡുറോ ഒരിക്കലും ട്രംപിനെ അമേരിക്ക അംഗീകരിക്കാത്ത ഒരു ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വകവരുത്തുക, വെനസ്വേല പിടിച്ചെടുക്കുക, എണ്ണ സമ്പത്ത് കൈക്കലാക്കുക, ഇതായിരിക്കാം ലക്ഷ്യമെന്ന് മറ്റു രാജ്യങ്ങളും കരുതുന്നു. ഏതായാലും യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ദൂതനായി വിലസാൻ ഇറങ്ങിത്തിരിച്ച ട്രംപ് ഇപ്പോൾ യുദ്ധം തീർക്കുന്നില്ല എന്ന് മാത്രവുമല്ല, സ്വന്തമായി തന്നെ പല യുദ്ധങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കിലുമാണ്. ന്യൂസ് ഡെസ്ക്.